ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു റോയൽ ഫലൂദൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോസും മിസ്സാവത്തില്ല. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഫലൂദ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് വേണ്ട സേമിയ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് സേമിയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളം മതി. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, തിള വന്ന് തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് സേമിയ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫലൂദൻ്റെ സേവ് ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഫലൂദ തയ്യാറാക്കിയെടുക്കാം സേമിയ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ സേമിയയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. സേമിയ ഓവറായിട്ട് കുക്കായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഫലൂദയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്നാകണ്ട് കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കും, കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ അധികം വെന്ത് പോവാതെ ശ്രദ്ധിച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ നമ്മൾ സേമിയയിൽ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നൊരു പരുവല്ലാതെ കുഴഞ്ഞു പോകരുത്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേറൊരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ സേമിയ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിട്ടും ചെയ്യും. പിന്നെ അതുമല്ല നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സേമിയ വേവ് കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സേമിയ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ സേവൊക്കെ വേവിച്ചെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സേമിയൊക്കെ ചെയ്ത് വേവിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു 1 വീക്ക് 2 വീക്കൊക്കെ ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഫലൂദ അങ്ങനത്തെ ഡിഷസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സേമിയാണ് നമ്മൾ ഇതിൻ്റെ ഫലൂദൻ്റെ സേവിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു സേമിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല ചെറുതാക്കിയിട്ട് ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ആപ്പിളും ചെറുതാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അനാറ് അതും എടുക്കുക. ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. 2 കളറിൽ ബ്ലാക്കും റെഡും കളറിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. അതും ചെറുതാക്കി ചോപ്പ് ചെയ്തത്. പിന്നെ കുറച്ച് പഴം ചോപ്പ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് എന്നൊക്കെ പറയും. അത് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും പിസ്തയും പിന്നെ കാഷ്യൂനട്ടും പിന്നെ കുറച്ച് ബ്ലാക്ക് റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അടുത്തുള്ളതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേവാണ്. സേമിയ ഇപ്പോൾ കണ്ടോ, നമ്മളത് നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഷുഗറിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ഗ്ലാസ്സിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് പിസ്തൻ്റെ ഒരു കളർ മിക്സും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫലൂദ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ഫലൂദ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് റോസ് സിറപ്പ് ഈ ഗ്ലാസ്സിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ഫലൂദ സെറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പിന്നെ ഒരു ഭംഗി കൂടെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഒരു ലെയറായിട്ട്
വെച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, ആ റോസ് സിറപ്പിലൊക്കെ ഒന്ന് ഡിപ്പാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലെയർ ഇപ്പോൾ സേമിയ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലെയർ കസ്കസ് സോക്ക് ചെയ്തത് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ ലെയർ ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് കുറച്ച് മാംഗോ ചോപ്പ് ചെയ്തത് കൂടെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ആപ്പിൾ ചോപ്പ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബനാന ചോപ്പ് ചെയ്ത് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും പാലും കൂടെ കൂടിയിട്ടുള്ളത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് അനാറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ഈ ഒരു ഫലൂദ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് അടുത്ത ലെയറിൽ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സേമിയ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ലെയറിൽ ഞാൻ പിസ്തയുടെ ഒരു ഫ്ലേവർ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കസ്കസ് കുതിർത്ത് വെച്ചതും കൂടി ഒരു ലെയറിൽ വെക്കാം. കുറച്ച് റോസ് സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും വെച്ച് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ വാനില ഫ്ലേവേർഡാണ് ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ കുറച്ചൊരു റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഫലൂദൻ്റെ സേവൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. സേമിയ വെച്ചിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.